നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുക്കുമ്പോൾ അത് പാലിക്കാൻ പറ്റുമെന്ന ഉറപ്പിലാണ് വാക്ക് കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് എനിക്കെങ്ങനെ അറിയാം? ഞാൻ സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാ സ്ഥിതി കൈവിട്ടു പോകുന്ന ഓർമ്മിപ്പിച്ചതാ. സാർ എനിക്ക് ഗുരുതുല്യനാ. ഒരു കേസിലെ നീതിയും ന്യായവും കോടതി മുറിയിൽ എങ്ങനെ വേർതിരിച്ചെടുക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാ. എനിക്ക് സാറിന്റെ ജീവിതത്തിലുണ്ടായ ഈ പ്രശ്നത്തിന്റെ ന്യായം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ സാർ. ആരതി, നമ്മൾ ഈ വക്കീലന്മാർക്കൊരു കുഴപ്പമുണ്ട്. എല്ലാം നിയമത്തിന്റെയും വകുപ്പിന്റെയും ചട്ടത്തിന്റെയും കണ്ണിലൂടെ മാത്രമേ നമ്മൾ കാണൂ. മനുഷ്യത്വം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് കൈവിട്ടു പോകും. ഒരു നന്മയുള്ള മനുഷ്യൻ കറുത്ത കോട്ടണിഞ്ഞാൽ പിന്നെ അയാൾ അല്ലാതായി മാറും. പക്ഷെ സാറിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ. പണ്ടും ഇപ്പോഴും സാർ ഒരുപോലെ തന്നെയാ. അത് തന്നെ എന്റെ പ്രശ്നവും. എന്റെ മോളുടെ ജീവന ഇപ്പൊ എന്റെ മുൻപിൽ ഒരു നൂൽപ്പാലത്തിൽ കിടന്ന് ആടുന്നത്. ഞാൻ എന്ത് ചെയ്യണം ആരതി? സർജറി കഴിഞ്ഞു. പക്ഷേ അത് ട്രീറ്റ്മെന്റ് ആദ്യഘട്ടം മാത്രമാ. എന്റെ ഇസബെല്ലെ എനിക്ക് നഷ്ടപ്പെട്ടതും ഈ നശിച്ച രോഗം കാരണമാ. ഇപ്പോ എന്റെ മോളെ ആ രോഗം കീഴടക്കിയ പിന്നെ ഞാൻ ജീവിച്ചതിന് പിന്നെ എന്താ കാര്യം? മരിച്ചു പോകുന്നതല്ലേ അതിനൊക്കെ നല്ലത്. സാർ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. ആരതി, സച്ചിയുടെയും കുടുംബത്തിന്റെയും വേദന എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അച്ഛന്റെ അവസാന ശ്രമത്തിലാ ഞാൻ. ജീവിതത്തിനും മരണത്തിനും ഇടയിലെ ആ നൂൽപ്പാലം മാത്രമാ അവളുടെ ആകെയുള്ള പ്രതീക്ഷ. ആ നൂൽപ്പാലത്തിന്റെ പേര് അർച്ചന എന്ന. ഇപ്പോ അർച്ചന എന്റെ കുഞ്ഞിനെ അടർത്തി മാറ്റിയ അതോടെ നിലയ്ക്കാൻ പോകുന്ന 2 ജീവിതങ്ങളാ. എന്റെ മോളുടെയും പിന്നെ എന്റെയും. ഞാൻ എന്ത് ചെയ്യണം സാർ? ആരതിക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം. പക്ഷേ അതിനു മുൻപ് ഒരു നിമിഷം എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് ഓർക്കണം. കുറച്ചുകൂടെ സാവകാശം കിട്ടിയാൽ എല്ലാം ശരിയാവും. അതിനുള്ള സാവകാശം സച്ചിയിൽ നിന്ന് ആരതി എനിക്ക് വാങ്ങിച്ചു തരണം. നാളെ കോടതിയിൽ അപമാനിക്കപ്പെടുന്നത് ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം മുഴുവനായിരിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമൃദ്ധയെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയെന്നുള്ളത് ശരിയാ. അത് സമൃദ്ധയെ ചൂഷണം ചെയ്യാനോ സച്ചിയെ സങ്കടപ്പെടുത്താനോ ഒന്നും അല്ലായിരുന്നു. ഞാൻ ചെയ്തു പോയ പാപത്തിന് ഇത്രയും വലിയൊരു ശിക്ഷ അറിയിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ മോക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ആരതി രുചിതം പോലെ ചെയ്തോളൂ. സാറെന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? സജി, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ദിവസം 100 കണക്കിന് ജീവിതങ്ങൾ കാണുന്നവനാണ് ഞാൻ. എന്റെ അടുത്തേക്ക് കേസുമായി വരുന്ന ഓരോ ആളിന്റെ പിന്നിലും ഒരു ജീവിതം ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ ചിലപ്പോ ഒരു കുടുംബത്തിന്റെ കണ്ണീരും കാണും. പക്ഷേ പലപ്പോഴും അതിനോടൊന്നും നീതി കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയണമെന്നില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ പലതും കണ്ടില്ലെന്ന് വെക്കേണ്ടി വരും. ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കാനാണോ സാറിനെ വിളിപ്പിച്ചത്? പറയാം.
നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുക്കുമ്പോൾ അത് പാലിക്കാൻ പറ്റുമെന്ന ഉറപ്പിലാണ് വാക്ക് കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ അത് പാലിച്ചിരിക്കും. പക്ഷെ സച്ചിക്ക് തന്ന വാക്ക് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. മനസ്സിലായില്ല. അർച്ചനെ തിരിച്ചു തരാമെന്ന് സച്ചിയോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. ഇതെനിക്കറിയായിരുന്നു സാറേ. അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞ വാക്കിലൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അല്ലെങ്കിലും എന്റെ അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുപോവാൻ എനിക്ക് സാറിന്റെ വാക്കെന്തിനാ? അവളെ വിളിച്ചിറക്കി കൊണ്ടുപോവാൻ എനിക്കറിയാം സാറേ. അതങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ സച്ചി? അർച്ചന ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയല്ലേ? അതെന്താ സാറേ ഒരു ഭീഷണിയുടെ സ്വരം? ഞാനൊരു പോലീസുകാരനല്ല സച്ചി. നിയമം നടപ്പിലാക്കാൻ ചിലപ്പോ ചെറിയ ചില ഭീഷണികളൊക്കെ വേണ്ടിവരും. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിന്മാറ്റാന്ന് സാർ വിചാരിക്കണ്ട. പറഞ്ഞ് ഭീഷണിപ്പെടുന്ന ശീലം എനിക്ക് പണ്ടേയില്ല. പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് എന്റെ രീതി. സച്ചി, വളച്ചു കെട്ടില്ലാതെ ഞാൻ ഒരു കാര്യം പറയാം. തൽക്കാലം അർച്ചനയുടെയും ഗൗരിമോളുടെയും അടുത്ത് നിന്ന് സച്ചി ഒഴിഞ്ഞിരിക്കണം. നിന്നേ പറ്റൂ. ഇല്ലെങ്കിൽ പോലീസുകാരന്റെ തനി സ്വഭാവം എനിക്ക് കാണിക്കേണ്ടി വരും. അർച്ചന എന്റെ അളിയന്റെ ഭാര്യയെ, ഗൗരിമോളെ അളിയന്റെ കുഞ്ഞും. അവരുടെ പിന്നാലെ നടന്ന് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ അതിന്റെ ബലം സച്ചി അനുഭവിക്കേണ്ടി വരും. സാറേ, സാറിന്റെ ഭീഷണിയും പോലീസ് ഭാഷയൊന്നും എന്നോട് വേണ്ട. അർച്ചന എന്റെ ഭാര്യ, ഗൗരിമോള് എന്റെ കുഞ്ഞും. ഇടം നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ വിചാരിക്കുന്ന പോലെ ഗൗരി നിന്റെ മോളല്ല. എത്ര വട്ടം പറഞ്ഞു? നിന്റെ കുഞ്ഞന്ന് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ഗൗരി മോള് എന്റെ അളിയന്റെയും ഇസബലയുടെയും കുഞ്ഞാണ്. ഇനി അതിന്റെ പേരും പറഞ്ഞ് വന്നാലുണ്ടല്ലോ, എന്നെ കൊന്നാലും ഞാൻ വരും. അവൾ എന്റെ മോളാ. ഒലക്കേല മൂട്. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ദേ, ഞാൻ അവസാനമായിട്ട് നിന്നോടൊരു കാര്യം പറയാം. ഇനി അർച്ചനയും കുഞ്ഞിനെയും കാണാൻ ശ്രമിക്കരുത്. കാണാതെ പോയ ഒരാളെ 7 വർഷം വരെ കണ്ടുകിട്ടിയില്ലെങ്കിൽ അയാൾ മരിച്ചു പോയതായി കരുതാന്നാ നിയമം പറയുന്നത്. അങ്ങനെ നോക്കിയാ നിന്റെ പഴയ അർച്ചന അല്ല അത്. 10 വർഷമായി എന്റെ അളിയന്റെ ഭാര്യയെ ജീവിക്കുന്ന സമൃദ്ധയാണ്, അല്ല നിന്റെ പഴയ അർച്ചനയല്ല. മനസ്സിലായോ? ഇനി അവർ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ. എന്റെ ഭാര്യയും മോളെയും ഞാൻ മറക്കണമെന്നാണോ? എന്നിട്ട് ഞാൻ എന്റെ അർച്ചനെ വിട്ടുകൊടുക്കണം അല്ലേ?